നമ്മുടെ ക്ലയന്റിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ എത്ര റിസൾട്ട് കൊടുത്താലും ക്ലയന്റ് പറയും ROI കൂട്ടണം അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടണം എന്നുള്ളത്. നമ്മുടെ ക്ലയന്റിന്റെ ROI അഥവാ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാനുള്ള നല്ലൊരു മാർഗം എന്താണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മെറ്റാഡ്സ് വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നമ്മൾ ചെയ്ത ക്യാമ്പയിനുകളെ അനലൈസ് ചെയ്യാനുള്ള ടൂളുകളും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ മെറ്റാഡ്സ് ആണ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ മെറ്റാഡ്സ് മാനേജറിന്റെ ബ്രേക്ക് ഡൗൺ ഉള്ള ഓപ്ഷനും പലതരത്തിലുള്ള കോളംസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾക്ക് നല്ല രീതിയിൽ അനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കൂടുതൽ റിസൾട്ട് ഉള്ളത്, അപ്പൊ ഇൻസ്റ്റാഗ്രാം റീലിൽ നിന്നാണോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ നിന്നാണോ ഫേസ്ബുക്ക് ഫീഡിൽ നിന്നാണോ, അതേപോലെ തന്നെ ഏത് ജെൻഡറിൽ നിന്നാണ് കൂടുതൽ റിസൾട്ട് ഉള്ളത്, ഏത് സമയത്താണ് കൂടുതൽ റിസൾട്ട് ഉള്ളത്, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഈ അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ പരസ്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ അനലറ്റിക്സ് ഈ ടൂളുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏത് സമയത്താണ് കൂടുതൽ കൺവേർഷൻ വരേണ്ടത്, ഏത് ലൊക്കേഷനിലാണ് കൂടുതൽ കൺവേർഷൻ വരേണ്ടത്, നമ്മുടെ ഓഡിയൻസ് എത്ര നേരം നമ്മുടെ വെബ്സൈറ്റിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ടൂളുകളൊക്കെ നോക്കി അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നീടുള്ള ക്യാമ്പയിനുകളൊക്കെ ചെയ്യുമ്പോൾ എത്തരത്തിലുള്ള ക്രിയേറ്റീവ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും, എത്തരത്തിലുള്ള ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എത്തരത്തിലുള്ള ടാർഗറ്റിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിനൊക്കെ കുറിച്ച് നമുക്ക് കൂടുതൽ ധാരണ വരുന്നതാണ്.